തൊപ്പി പറഞ്ഞല്ലോ, തൊപ്പിയാണെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയൊന്നുമല്ല തൊപ്പിക്കുള്ളത്. കാരണം തൊപ്പി ഇപ്പം 2 സെന്റൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു 5-10 ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവും. പിന്നെ തൊപ്പിയുടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ലോകവിവരമാണെങ്കിലും സ്കൂളുമായിട്ട് അതിന് ബന്ധമില്ല സത്യം പറഞ്ഞ. അത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പക്ഷേ എനിക്ക് SSLC ആവശ്യമായിരുന്നു, പാസ്പോർട്ട് കാര്യങ്ങൾക്കെല്ലാം എന്തായാലും SSLC ആവശ്യമാണ്. എന്തെങ്കിലും മുന്നോട്ട് പോകാൻ SSLC ആവശ്യമാണ്. അപ്പം 9ാം ക്ലാസ്സിൽ നിന്ന് നിർത്തി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ മാത്രം പോയിരുന്നു. അങ്ങനെ എനിക്ക് SSLC ഉണ്ട് കേട്ടോ, SSLC ബുക്ക് ഇതുണ്ട്. അങ്ങനെ ഡയറക്റ്റ് 9 കഴിഞ്ഞ് 10 പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ വേറെ പോയി എഴുതിയെടുത്തു. 10ാം ക്ലാസ് ഇല്ലാത്ത ആളെന്നല്ല. അപ്പോൾ എന്തായിരുന്നു, ഓക്കെ, ഞാൻ ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന നോളേജ് എനിക്കറിയില്ല. സ്കൂളിൽ നിന്നൊന്നും നമ്മളൊന്നും പഠിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് മൊത്തം ഓൺലൈനിൽ കൂടിയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് ഈ ഗെയിംസിലൂടെ ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ വേൾഡിലൂടെ ആയാലും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇപ്പം ഗൂഗിൾ ചെയ്യുന്നു, മറ്റേ ക്വോറ, മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. അത് വേറൊരു ഇതുണ്ടല്ലോ, റെഡിറ്റ് മറ്റേ ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ ഇൻഫോ കിട്ടും. ഇത് കുറേ കൊല്ലം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ ഈ ഓൺലൈൻ വേൾഡിലാണല്ലോ. പിന്നെ പറഞ്ഞാൽ ഗെയിമിൽ നമുക്ക് പല ഭാഷക്കാരെ ഫ്രണ്ട്സിനെ കിട്ടും. ഹിന്ദിക്കാരെ കിട്ടും, ഇംഗ്ലീഷുകാരെ കിട്ടും, പല ഭാഷയിലുള്ള ഫ്രണ്ട്സിനെ കിട്ടും. ഈ റിയൽ ലൈഫിൽ പോലെ അല്ല, ഗെയിമിൽ എല്ലാം മിക്സ് ആയിരിക്കും. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു 99% ഇങ്ങനെ നമുക്ക് ഇൻഫോ കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. എനിക്ക് കൂടുതലും ഗെയിമിലും ഓൺലൈനിലും ഇങ്ങനെ ഈ കമ്മ്യൂണിറ്റികൾ, ഡിസ്കോഡ് അറിയാം. ഡിസ്കോഡിൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. അപ്പം പല ടൈപ്പ് ആൾക്കാർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ അത്രയും പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ഇതായിട്ടുള്ള PhD ഇതിലുള്ള ആൾക്കാർ, ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഓൺലൈൻ വേൾഡിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. ഒന്നിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെ ഡിസ്കോഡിലും ഗെയിമിലും എല്ലാം ആയിട്ട് പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മളെപ്പോലത്തെ ഒന്നും അറിയാത്ത ആൾക്കാർ ഇവരായിട്ട് കണക്റ്റ് ആവും അല്ലേ. ഇങ്ങനെ ഓൺലൈനിൽ കൂടി ഇവരായിട്ട് കണക്റ്റ് ആവും, ഇവരായിട്ട് ഇതാവും. അങ്ങനെയാണ് കൂടുതൽ ഇൻഫോ എല്ലാത്തിനെ കുറിച്ചും ഇൻഫോ കിട്ടുന്നത്. അങ്ങനെയാണ്. ഈ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന അല്ലെങ്കിൽ കോളേജിൽ നിന്നും കിട്ടുന്ന എനിക്കറിയില്ല കേട്ടോ. ഞാൻ കോളേജിൽ പോയിട്ടില്ല, എനിക്കറിയില്ല കോളേജിലെല്ലാം കിട്ടുന്ന ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാത്തതിൽ അല്ലെങ്കിൽ കോളേജിൽ പോവാത്തതൊക്കെ ഓർത്തിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരേ ഒരു കാര്യം അതാ, പഠിക്കാത്തതിൽ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. കാരണം ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഞാൻ ജീവിച്ച ഒരാളാണ് ഞാനെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഞാനിപ്പോൾ റിഗ്രറ്റ് അടിക്കണം. പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെന്തിനാ പഠിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പഠിക്കണം? അല്ലെങ്കിൽ പഠിക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ പോരെ. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോയിട്ട് പഠിച്ചിട്ട് ഇവരൊരു 1000 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അതിലൊരു 6 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ആ 6 കാര്യം മാത്രം നമ്മൾ ഓൺലൈനിൽ നോക്കി പഠിച്ചാൽ പോരെ. അതല്ല എൻ്റെ ഒരു ഇത്. പിന്നെ കുറേ സ്പേസ് എന്തിനാ അതിന് വേണ്ടി കളയണം? ആ സ്പേസ് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ, ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. തൊപ്പി മറ്റേ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്തിനാ ഈ സാധനമൊക്കെ പഠിച്ചത്. ഞാൻ ഒരു കാര്യം പറട്ടെ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതൊന്നും എന്താന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് വന്നത്. മീൻസ് എൻ്റെ മേഖല അതല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സൈൻ തീറ്റയും കോസ് തീറ്റയും എനിക്ക് തോന്നുന്നു +1 തൊട്ടാന്ന് തോന്നുന്നല്ലേ പഠിപ്പിക്കുന്നത്? അല്ലേ, 10ലുണ്ടോ അതൊക്കെ? ഞാൻ CBSE ആയിരുന്നു. അപ്പൊ എനിക്ക് 8ാം ക്ലാസ്സിലോ 9ലോ എന്തോ ഉണ്ടായിരുന്നു. ആ പക്ഷെ ഇപ്പോഴും ഇത്രയും എൻ്റെ ഒരു 24 വർഷത്തെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാ ഞാൻ ആ സാധനം പഠിച്ചത്. അതൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ ടീച്ചർമാരൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിപ്പിക്കുന്ന സാധനമായിരുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. ചിലപ്പം മെഹറി ഇന്റർവ്യൂ ഫീൽഡിലല്ല എത്തിയത്, വേറെ എന്തെങ്കിലും പഠിച്ച് ഒരു എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനാണ് മെഹർ മുന്നോട്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതിനെ കൊണ്ടെല്ലാം ആവശ്യം ഉണ്ടായിരുന്നേക്കാം. പക്ഷെ പഠിക്കുമ്പോൾ ആവശ്യം വരുമായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇത് ആവശ്യം അല്ല, അത് ആവശ്യമുള്ള ജോലികൾ ഉണ്ടാവുമല്ലോ, വെറുതെ പഠിപ്പിക്കൂലല്ലോ, ഉണ്ടാവും. നമ്മളെ മേഖല അതല്ലാത്തോണ്ട് നമ്മള് ചിന്തിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ലൈഫിൽ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ. എപ്പോഴെങ്കിലും ഈ യൂട്യൂബും സ്ട്രീമിംഗ് ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ഇല്ലാണ്ടായി പോയാൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ടോ?
ലൈക്ക് വേറെ എന്ത് ചെയ്യും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പം ഇൻസ്റ്റഗ്രാമും ലൈക്ക് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പെട്ടെന്ന് ഇപ്പം ടിക്ടോക്ക് ഒക്കെ പെട്ടെന്ന് ബാനായി പോയതാണല്ലോ. അതുപോലെ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന്. എന്തായാലും ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ജോലിക്ക് ഞാൻ എന്തായാലും പോകില്ല. പോയില്ല. ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനേ ഞാൻ നോക്കും. കാരണം ലോകത്തുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ജോലികൾ ചെയ്ത് ഏറ്റവും താഴെയുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഇത് തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് നമ്മളെ സമാധാനത്തിൻ്റെ പോട്ടെ, അല്ല ഫൈനാൻഷ്യലി പോട്ടെ, നമുക്ക് എന്ത് സമാധാനം അതിൽ നിന്ന് കിട്ടാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും എന്താ പറയുക, അതൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിച്ചു പോലെ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഇപ്പം ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോകും. എന്നാലും ജോലി ചെയ്തിട്ട് ആരും പൈസക്കാരനായിട്ടില്ല, ആവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ജോലി ചെയ്താൽ ആരും പൈസക്കാരനാവില്ല, അത് ഉറപ്പാ. ഓക്കെ. അപ്പം തുപ്പിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 26. ഈ 26 വയസ്സിൽ ഒരുപാട് ലൈക്ക് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ തുപ്പി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഒരു ഫേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കാലം ലൈക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ ഒരിക്കലും ലൈഫിൽ തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ദിവസം ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനത്തെ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ ഫസ്റ്റ് ലവിൻ്റെ സമയത്ത്, ആ ടൈം തന്നെയായിരുന്നു ലൈഫ് അങ്ങനെ തീരരുതെന്ന് ചിന്തിച്ച ടൈം. ആദ്യമായിട്ട് ഇതെന്താന്ന് അറിഞ്ഞ സമയം. ഈ പ്രണയം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ, അത്രയും കാലം ഉള്ളിലിരുന്ന് തീർന്നു, അങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു ഇതൊന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ലോകത്ത് സംഭവങ്ങളുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നപ്പം ഒരിക്കലും ഈ ദിവസം തീരല്ലേ, അല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും തീരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈക്ക് ഒറ്റപ്പെട്ടൊരു ലൈഫിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ലൈക്ക് കുറേ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നു, പെട്ടെന്ന് ആള് ലൈഫിൽ നിന്ന് പോയി. അപ്പോൾ ആ ഒരു ലൈക്ക് തുപ്പിയുടെ ആ ഒരു ലൈഫ് പിന്നെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് എന്നെല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ, അങ്ങനത്തെ സാധനം എനിക്കില്ല, മനസ്സിലായി. എനിക്കിപ്പം അങ്ങനത്തെ വിഷമങ്ങളോ ഇതോ അങ്ങനത്തെ ഡിപ്രഷൻ അങ്ങനത്തെ സാധനങ്ങളില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, മനസ്സിലായി. അപ്പം ഏരിയ അങ്ങോട്ട് എന്ത് വലിയ ഇത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങാറുകളും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്കങ്ങനെ അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഒരിക്കലും അത്ര വലിയ ഹാർട്ട് ബ്രേക്സ് എനിക്ക് വന്നാലും എനിക്ക് ഒരിക്കലും അത് എന്നെ ബാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്.